വഖഫ് ബിൽ ജെപിസി കാലാവധി നീട്ടണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം ആവശ്യമുന്നയിച്ച് സ്പീക്കറെ കണ്ട് കത്ത് നൽകി. ജെപിസിയിലെ പ്രതിപക്ഷ അംഗങ്ങളാണ് കത്ത് നൽകിയത്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ ശീതകാല സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിലൊന്നാണ് വഖഫ് ബിൽ. അത് പാസ്സാക്കുവാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. അതിനിടയിൽ ഈ ജെപിസി കാലാവധി നീട്ടണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം പറയുന്നതിന്റെ കാരണം എന്താണ്? അതുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താണ്? രജനി, നേരത്തെ തന്നെ പ്രതിപക്ഷം ഇത് സംബന്ധിച്ച് ഓം ബിർളയ്ക്ക് കത്തയച്ചിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരായ പാർലമെന്റ് കമ്മിറ്റിയിലെ പ്രതിപക്ഷ എംപിമാരാണ് ഇപ്പോൾ നേരത്തെ അല്പസമയം മുമ്പ് ഓം ബിർളയെ കണ്ട് സമാനമായ ആവശ്യം എഴുതി നൽകിയിരിക്കുന്നത്. ഈ ജെപിസിയിലെ കൺസൾട്ടേഷനുകളെല്ലാം തന്നെ ഏകപക്ഷീയമായി നടന്നു എന്നൊരു ആരോപണമാണ് എംപിമാർ എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇവർ ഈ ജെപിസി അംഗങ്ങളെല്ലാം തന്നെ എല്ലാവരെയും ഈ വഖഫിന്റെ പ്രശ്നങ്ങൾ ബാധിതരായവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന ആരോപണങ്ങളെല്ലാം തന്നെ ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഒരു ജെപിസി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ കാലാവധി നീട്ടണമെന്നൊരു ആവശ്യം കൂടിയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ എംപിമാർ അയച്ച കത്തിലും ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അത് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ്, അതായത് പാർലമെന്റ് സെഷൻ ആരംഭിക്കുന്നതിന് അല്പസമയം മുമ്പാണ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ ചേർന്ന് ഈ ഒരു ആവശ്യവുമായി സ്പീക്കർ ഓം ബിർളയെ കണ്ടത്. എന്നാൽ ഇത് സംബന്ധിച്ച തീരുമാനം ഏത് രീതിയിൽ ഉണ്ടാകുമെന്നത് സംബന്ധിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ വിഷയം സഭയ്ക്ക് മുമ്പാകെ വരുന്നതിന് മുൻപ് തന്നെ സഭ ചെയ്യുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കത്ത് നൽകിയത് മാത്രമാണ് ഇത് സംബന്ധിച്ച ഒരു പുരോഗതിയായി നമുക്ക് സാധിക്കുന്നത്. ഐസൻ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ അല്പസമയത്തിന് മുൻപ് ഈ സഭാ സമ്മേളനത്തിന് മുൻപായിട്ട് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞു, കോൺഗ്രസ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ള കാര്യം. അത് തന്നെയല്ലേ ഇപ്പോൾ ഈ വഖഫ് ബിൽ ജെപിസി കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് പോയ ഈ കാര്യം കൂടെ നമ്മൾ കാണുമ്പോൾ വഖഫ് ബിൽ പാസ്സാക്കണ്ട എന്നുള്ളൊരു ആവശ്യം തന്നെയല്ലേ പ്രതിപക്ഷത്തിനുള്ളത്? തീർച്ചയായും പ്രതിപക്ഷം വഖഫ് ബിൽ പാസ്സാക്കുക എന്നൊരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രീണന നിലപാടിലേക്ക് തന്നെ നീങ്ങുന്നു വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു, വഖഫ് ബിൽ ഉൾപ്പെടെയുള്ള നിരവധി ബില്ലുകൾ ഈ സെഷനിൽ എത്തും എന്ന് വളരെ കൃത്യമായി സർക്കാർ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തെ തുടർന്നാണ് കൃത്യമായ ഒരു നീക്കം, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അല്പസമയം മുമ്പ് പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞത്, ഇത്തരത്തിൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത് വലിയൊരു തെറ്റാണ്, പാർലമെന്റിന്റെ പുതിയ അംഗങ്ങളോട് ചെയ്യുന്ന തെറ്റാണ്, അതുപോലെ തന്നെ ജനാധിപത്യത്തിന് വിരുദ്ധമായൊരു നിലപാടാണ് എന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെറിയൊരു വിഭാഗം എംപിമാർ, അതായത് ചെറിയൊരു വിഭാഗം പാർട്ടി എംപിമാർ അല്ലെങ്കിൽ ചില പ്രത്യേക പാർട്ടികളുടെ എംപിമാർ മാത്രം ഇത്തരത്തിൽ സഭ സ്തംഭിപ്പിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇത് രാജ്യത്തിന്റെ പുരോഗതിയെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളിലായി, അതായത് വിവിധങ്ങളിലുള്ള ചർച്ചകൾ നടക്കേണ്ട ഒരു സാഹചര്യമാണ് പാർലമെന്റിലുള്ളത്. അത് കുറെ കൂടി സമ്പുഷ്ടമാക്കുന്നതിന് പകരം അവ തകർക്കുന്ന ഒരു നീക്കം ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അത് ജനങ്ങൾ അതിനെ തിരിച്ചടി നൽകിയ ആ ഒരു അനുഭവത്തിൽ നിന്നെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പ്രതിപക്ഷത്തെ ഓർമ്മിക്കുകയും ചെയ്തു. സമാനമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും പാർലമെന്റ് സ്തംഭിപ്പിക്കുന്ന ഒരു നീക്കം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കാലാവധി നീട്ടണമെന്നൊരു ആവശ്യവുമായി എംപിമാർ രംഗത്തെത്തിയിരിക്കുന്നു. തീർച്ചയായും കോൺഗ്രസിന്റെ രാഷ്ട്രീയം തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നതും. എന്തായാലും വഖഫ് ബിൽ ജെപിസി കാലാവധി നീട്ടണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം സ്പീക്കറെ കണ്ട് കത്ത് നൽകിയിരിക്കുകയാണ്. ജെപിസിയിലെ പ്രതിപക്ഷ അംഗങ്ങളാണ് കത്ത് നൽകിയത്. ഐസൻ ന്യൂസാണ് വിവരങ്ങൾ പങ്കുവച്ചതും.